ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് കറിയോടൊപ്പം ചെമ്പാ പുട്ടും കൂടി ഉണ്ടാക്കാം. പുട്ടും ഗ്രീൻ പീസും. അനിയത്തിയും കുടുംബവും ബാംഗ്ലൂർ കാണാൻ വന്നപ്പോൾ അവർക്കായി തയ്യാറാക്കുന്ന ചെമ്പാ പുട്ടുപൊടി കുറച്ചെടുക്കുന്നു. അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് ആവശ്യത്തിന് കുഴച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസിന് ആവശ്യമായ ഉള്ളി ഒരു 2-3 ഉള്ളി എടുത്തോളൂ. അത് കഴിഞ്ഞ് ഒരു 5-6 വെളുത്തുള്ളി. ഗ്രീൻ പീസിന്, അതായത് നമ്മുടെ പട്ടാണിക്കടലേക്ക് നല്ലവണ്ണം ഗ്യാസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാറ്റാനാണ് കുറേ വെളുത്തുള്ളി ഇടാൻ അത്രയും നല്ലത്. അപ്പോൾ പുട്ടുപൊടി ഒന്നുകൂടെ നനച്ചൊന്ന് ഇളക്കി നമ്മൾ കുറ്റിയിലേക്ക് കയറ്റുന്നു. അത്യാവശ്യം തേങ്ങയും കൂടെ ചേർത്ത്, തിരവിയ തേങ്ങ വേണേ, അതാണ് ടേസ്റ്റ്. ഈ ചെമ്പ പുട്ടുപൊടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അന്തം വിടുമൊന്നും വേണ്ട. ചെമ്പ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ മട്ടരി നനച്ച് കുതിർത്ത് പൊടിച്ചെടുക്കുക. അതായത് പുട്ടിൻ്റെ പരുവത്തിൽ പൊടിച്ചെടുക്കുക. പൂർണ്ണമായ ഡ്രൈ ഫൈനായിട്ടല്ല, ഒരു അര ലെവൽ, അത്രേ ഉള്ളൂ. ഗ്രീൻ പീസിൻ്റെ ചേരുവകൾക്കായി തക്കാളി കൂടി അരിഞ്ഞു മാറ്റിയിട്ടുണ്ട്. പുട്ടൊരു സൈഡിൽ ഇങ്ങനെ വെന്ത് വരുന്നു. ആഹാ, കുറ്റിപ്പുട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗ്രീൻ പീസിന് ആവശ്യമായ പച്ചപ്പട്ടാണി നമ്മളൊരു 3-4 വിസിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ അരയ്ക്കാൻ ചിരവാനൊന്നും വയ്യാത്ത ആൾക്കാർ ചുരണ്ടി എടുക്കുക. തേങ്ങ കഷ്ണമായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒക്കെ പട്ടാണിയുടെ തേങ്ങ അരപ്പിനായി കുറച്ച് കുരുമുളകും കുറച്ച് ജീരകവും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് ഡ്രൈ ഫൈനായിട്ട് അരച്ച ശേഷം വെള്ളമൊഴിച്ച് അരയ്ക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിലേക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണയൊഴിച്ച് പട്ട, ഏലക്കായ്, കറാമ്പൂ എന്നിവ ചേർക്കാം. അപ്പോൾ അതിലേക്ക് ആദ്യം വെളുത്തുള്ളി ചേർത്ത് ഒന്നും കൂടെ ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് മറ്റു ചേരുവകൾ ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ആഡ് ചെയ്ത് ഇളക്കുക. ഉള്ളി വാടി വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തോളൂ, 1 സ്പൂണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തക്കാളിയും കൂടി ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് മെയിൻ. മഞ്ഞൾപ്പൊടിയാണല്ലോ ഔഷധ ഗുണമുള്ള പൊടികളിൽ രാജാവ്. അത് കഴിഞ്ഞ് നമുക്ക് 1 സ്പൂണ് മുളക് പൊടിയും കൂടി ചേർക്കാം. ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. മസാലകളൊക്കെ നന്നായി ഒന്ന് വാടി വന്ന ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അഥവാ പച്ചപ്പട്ടാണി അതിലേക്ക് ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഇതിനിടയ്ക്ക് 2-3 കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്ത പുട്ടിനുള്ള മാവ് കൂടി ഇട്ട് അതും വേവിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഒരുവിധം മസാലകളൊക്കെ പിടിച്ച് വെന്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ
അതുകൂടെ ചേർത്ത് മിക്സി ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ തിളപ്പിച്ചാൽ മതി. തേങ്ങ ഒഴിച്ച് അധികം തിളയ്ക്കരുത്. ചെറിയൊരു തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് മസാലക്കറി റെഡിയായി. ഗ്രീൻ പീസും ചെമ്പാ പുട്ടുപൊടിയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.